മലയാളം സോങ് ഇപ്പം സ്വന്തം പാടിയ സോങ് അല്ലാതെ വേറൊരു സോങ് ഞാൻ പാടാൻ പറഞ്ഞാൽ ഏതായിരിക്കും ഫസ്റ്റ് മനസ്സിൽ വരുന്നത്? അതിൻ്റെ 2 ലൈൻ പാടാം. കുറേ പാട്ടുകളുണ്ട് അതിൽ. മാലേയം മാറോടലിഞ്ഞും മൈ കണ്ണിൽ മാമ്പൂവിരിഞ്ഞും മഞ്ഞിൽ കുതിർന്നാടും പൊന്നിന്നാട് ഒന്നൊന്നായഴിഞ്ഞും പിന്നെ നെഞ്ചിൽ ചെണ്ടു മല്ലിപ്പൂവിൻ നേർത്ത ചെല്ല കൂമ്പുലഞ്ഞും ആഹാ മാലേയം മാറോടലിഞ്ഞും മൈ കണ്ണിൽ മാമ്പൂവിരിഞ്ഞും. അശ്വാരൂഢനാണ് ആദ്യം പാടിയതെങ്കിലും അതാണ് എല്ലാവർക്കും ഇഷ്ടമുള്ള പാട്ട്, എല്ലാവരും കേട്ടിട്ടുള്ള പാട്ടും. അതിനുശേഷം ജയരാജ് സാറിൻ്റെ തന്നെ ആനച്ചന്തം എന്ന് പറയുന്ന സിനിമയിലെ അന്നത്തെ കാലത്ത് ആ പാട്ട് FM-ലും ഒക്കെ കേട്ട് എല്ലാവർക്കും പരിചയമുണ്ട്. ആ പാട്ട് പാടാം. ശ്യാമവാനിലേതോ കണിക്കൊന്ന പൂത്തുവോ, സ്വർണമല്ലിപ്പൂവുതിർന്നുവോ, പ്രിയ ഗ്രാമ കന്യ കണ്ടുണർന്നുവോ, കുങ്കുമപ്പൂത്താലം കതിരോൻ്റെ പൊന്നുകോലം, കുങ്കുമപ്പൂത്താലം കതിരോൻ്റെ പൊന്നുകോലം, കണ്ടു കൊതി പൂണ്ടോ ഗജരാജമേഘജാലം. റീവൈൻഡ് വിത്ത് റിയാസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ ഗസ്റ്റായിട്ട് വന്നേക്കുന്നത് വെൽ നോൺ സിംഗർ അഖില ആനന്ദാണ്. സോ അപ്പം അഖില ആനന്ദിൻ്റെ ഡീറ്റെയിൽസ് ഇന്ന് വിശേഷങ്ങളെല്ലാം ഇന്ന് ഷെയർ ചെയ്യുന്നതാണ്. അപ്പം എന്നെ സംബന്ധിച്ച് അഖില ആനന്ദ് എന്നുള്ള പേര് കേൾക്കുമ്പം നാച്ചുറലി വരുന്നൊരു പാട്ടുണ്ട്, ജാസി ഗിഫ്റ്റിൻ്റെ അഴകാർന്ന. അത് ജയരാജ് സാറിൻ്റെ മൂവിയിലാണ്. എനിക്ക് തോന്നുന്നു കരിയറിൽ ഏറ്റവും ബ്രേക്ക് ത്രൂ ആയത് ആ ഒരു സോങ്ങാണ്. തീർച്ചയായിട്ടും എൻ്റെ ആദ്യത്തെ പാട്ടും അതാണ്. ഇപ്പോഴും എനിക്ക് ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ആ പാട്ട് തന്നെയാണ്. വേറെ കുറേ പാട്ടുകളൊക്കെ പാടിയെങ്കിലും ഇപ്പോഴും പല സ്ഥലത്തും പല പ്രോഗ്രാംസിനും ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ ഈ പാട്ടാണ് ഒരു ഐഡൻറ്റിറ്റി പോലെ. ചില ആർട്ടിസ്റ്റിന് ലൈക്ക് ഇപ്പം ജാസി ഗിഫ്റ്റിനെ ആവട്ടെ, ജാസി ഗിഫ്റ്റ് അനിലിൻ്റെ സോങ് വരെ പാടിയൊരു വ്യക്തിയാണ്, കമ്പോസ് ചെയ്തതാണ്. പക്ഷെ പുള്ളിയെ നമ്മുടെ ലജ്ജാവതി അത് നാച്ചുറലി അത് അവർക്ക് കിട്ടുന്നൊരു ബ്രാൻഡാണ്. പക്ഷേ ഈ ഒരു സോങ് ഒത്തിരി ഹിറ്റായതാണ്. നല്ല ഓൾമോസ്റ്റ് ആ കാലഘട്ടത്തിലൊക്കെ എൻ്റെയൊക്കെ കോളേജ് കാലഘട്ടത്തിലാണ് നന്നായി അതൊരു ട്രെൻഡ് സെറ്റായൊരു സോങ്ങാണ്. എനിക്ക് തോന്നുന്നു ജയരാജ് സാറാണെന്ന് തോന്നുന്നു ഒരു കരിയർ ബ്രേക്ക്. അതെ, എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ജയരാജ് സാറാണ്. തികച്ചും യാദൃശികമായി കിട്ടിയൊരു ഭാഗ്യം. അതെ, ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അത്. ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ ഇതുപോലെ തന്നെ കുറേ പ്രോഗ്രാംസ് ആങ്കറിങ് ഫീൽഡിൽ സജീവമായിരുന്നു. ഏഷ്യാനെറ്റ് മാത്രമല്ല പല ചാനലുകളിലും. കൈരളിയിലാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏഷ്യാനെറ്റിൽ കുറേ കാലം ചെയ്തു. പിന്നെ ഏഷ്യാനെറ്റ് ഗ്ലോബലായിരുന്നു വേറൊരു ചാനൽ. പിന്നെ പ്ലസ്സിൽ, കൈരളി V ചാനലില്, സൂര്യയിൽ, അങ്ങനെ ഒത്തിരി ചാനൽ ഷോസ് കുറെ ആങ്കർ ചെയ്തു. അത് സംഗീതമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഈവൻറ്റ്സ് ആയിരുന്നു? അങ്ങനെയൊന്നും ആയിരുന്നില്ല. അന്ന് പാട്ട് പാടുന്നു എന്നുള്ളത് പലർക്കും അറിയില്ല. എന്നെ ഒരു കോളേജ് ഫംഗ്ഷന് കണ്ടിട്ട് ദേവരാജൻ മാഷിൻ്റെ ഒരു കൊയറിൽ പാടാൻ കുറച്ച് കാലം ഗ്രൂപ്പിൽ പാടാനുണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് സജീവമായിട്ട് സിനിമയിലൊക്കെ ആക്ട് ചെയ്യുന്ന മാലാ പാർവതി ചേച്ചിയാണ് എൻ്റെ ഒരു പ്രോഗ്രാമിന് കണ്ട് മോൾക്ക് ആങ്കർ ചെയ്യാനൊക്കെ ഇഷ്ടമാണോ, ചാനൽ ഷോസൊക്കെ ചെയ്യാൻ ഇഷ്ടമാണോ? ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ ചെയ്ത് പരിചയമില്ല, അങ്ങനെ ക്യാമറയ്ക്ക് മുമ്പിൽ നിന്നുള്ള പരിചയമില്ല, സംസാരിച്ചുള്ള പരിചയമില്ല. അപ്പോൾ ഞാൻ ചെയ്തു നോക്ക്, ഒരു സ്ക്രീനിങ് നമുക്ക് വയ്ക്കാം, വെറുതെ ഒരു എപ്പിസോഡ് ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞ് കൈരളി ചാനലിൽ ഒരു പ്രോഗ്രാം ചെയ്യാനായിട്ട് എന്നെ വിളിച്ചുകൊണ്ട് പോകുന്നു. അന്ന് തുടങ്ങിയതാണ് ആങ്കറിങ്.
അത് കുറേ വർഷം കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ അതിനെ തുടർന്നാണ് ജയരാജ് സാറിനെ പരിചയപ്പെടാനും ജയരാജ് സാറിൻ്റെ നേരിട്ട് എൻ്റെ പാട്ട് ജയരാജ് സാർ ഒരു വേദിയിൽ കേൾക്കാനും ഉള്ള സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അതെ അതെ, തീർച്ചയായിട്ടും. ഇത് കൂടാതെ ഒത്തിരി സ്റ്റേജ് ഷോസ് ആണ് ഇപ്പം അഖില ചെയ്യുന്നത്. അതെ, ഇപ്പം ഒരുപാട് ആർട്ടിസ്റ്റിനോട് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേരുടെ കൂടെ അതെ ചെയ്യുന്നുണ്ട്. ചെയ്യുന്നുണ്ട്. അപ്പം ഈ സ്റ്റേജ് ഷോസും ഇത് തമ്മിലുള്ള ഡിഫറൻസിൽ ഏതാണ് കൂടുതൽ ആസ് എ സിംഗർ ആസ്പെക്ട്സിൽ കൂടുതൽ ഇഷ്ടം? രണ്ടും ഇഷ്ടമാണ്. അങ്ങനെ പാട്ട് തന്നെ ആയതുകൊണ്ട് അതെ, അങ്ങനെ വേർതിരിച്ച് കാണാൻ പറ്റുന്നില്ല. രണ്ടും സന്തോഷമാണ് ഉറപ്പായിട്ടും. പിന്നെ മോണിറ്ററി ബെനിഫിറ്റ് ഉറപ്പായിട്ടും സ്റ്റേജ് ഷോസും ലൈവ് ഷോസും ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ പ്രതിഫലം. ലൈവായിട്ട് നിൽക്കാൻ പറ്റുന്നു, ലൈവായിട്ട് അവരുടെ മുമ്പിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നത്, അവരുടെ ഒരു സന്തോഷം നേരിട്ടറിയാൻ പറ്റുന്നതൊക്കെ ലൈവ് പെർഫോമൻസിലൂടെ മാത്രം കിട്ടുന്ന കാര്യമാണ്. അതല്ലാതെ റെക്കോർഡിങ്സും സിനിമയിൽ പാടുന്നതും അല്ലാതെയുള്ള ആൽബം സോങ്സ് പാടുമ്പോഴും അതിനേക്കാളും ഇരട്ടി സന്തോഷമാണ്. കാരണം നമ്മുടെ പാട്ടൊരു റെക്കോർഡ് ചെയ്യപ്പെടുകയാണല്ലോ, എല്ലാ കാലത്തും നിലനിൽക്കും അത്. അവിടെ ഒരു സിനിമയിൽ പാടിയാലും ഒരു ഡിവോഷണൽ ആൽബത്തിൽ പാടിയാലും അവിടെ തന്നെ ഉണ്ടാവുമല്ലോ. നമ്മൾ എത്ര പ്രായം കഴിഞ്ഞാലും എത്ര കാലങ്ങൾക്ക് ശേഷം നമ്മുടെ അടുത്ത തലമുറയ്ക്കും അത് കേൾക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് റെക്കോർഡ് ചെയ്യുക എന്ന് പറയുന്നത്. എൻ്റെ പ്രൊഫഷൻ അതല്ലേ, അപ്പോൾ എല്ലാത്തിലും അതിൻ്റേതായിട്ടുള്ള ഒരു സന്തോഷവും മധുരവും ഒക്കെ ഉണ്ട്. സംഗീതത്തിലെ ഗുരുനാഥന്മാർ എൻ്റെ അറിവിൽ പെരുമ്പാവൂർ സാറിൻ്റെ അടുത്ത് കുറച്ച് കാലം പഠിക്കുന്നുണ്ടായിരുന്നു. സാറിൻ്റെ അടുത്ത് എപ്പോഴും എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ക്ലാസ്സിന് പോകാനും സാറിനെ വിളിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു വ്യക്തിത്വമാണ് അദ്ദേഹം. ഇന്ന് ഉള്ളതിൽ വെച്ച് സീനിയേഴ്സിൽ വെച്ചിട്ട് ഏറ്റവും സീനിയറായിട്ടുള്ള ഒരു മ്യൂസീഷ്യൻ. ഒരുപാട് മലയാള സിനിമകൾ ഗാനങ്ങൾ കമ്പോസ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ഞാൻ പാട്ട് പഠിച്ചു തുടങ്ങിയത് സരസ്വതി അമ്മാൾ എന്ന ടീച്ചറുടെ കീഴിലാണ്. ഒരു 5 വയസ്സ് തൊട്ട് പാട്ട് കർണാട്ടിക് മ്യൂസിക് പഠിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ടീച്ചറുടെ മകൾ ഡോക്ടർ എസ് ഭാഗ്യ ടീച്ചറുടെ അടുത്ത് പഠിച്ചു. അങ്ങനെ രമേശ് നാരായണ സാറിൻ്റെ അത് വളരെ കുറച്ച് നാള്, രണ്ടും കൂടി എനിക്ക് എന്തോ ക്ലബ് ചെയ്യാൻ പറ്റാത്ത പോലെ തോന്നി. പിന്നെ അത് മാത്രമല്ല, പിന്നീട് ഞാൻ ക്ലാസിക്കൽ കർണാട്ടിക് മ്യൂസിക്കും കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്സിനൊന്നും പോകുന്നുണ്ടായിരുന്നില്ല. കാരണം പ്രോഗ്രാംസോ ഒക്കെ വരുമ്പോൾ നമ്മൾ തിരക്കായി പോകും ചില സമയങ്ങളിൽ. അതൊരു റീസണൊന്നുമല്ല, എന്നാലും യാത്രകളും ഒക്കെ വരുമ്പോൾ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം ഇപ്പോൾ കേട്ടൊക്കെയാണ് കൂടുതലും പഠിക്കാറ്. ഏതൊരു സിംഗറിൻ്റെയും സ്വപ്നമാണ് ദാസേട്ടൻ്റെ കൂടെ ഒരു പാട്ട് പാടുക എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഫോർ ഫ്രണ്ട്സിലാണ് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയത്. എൻ്റെ ആ ഷൂട്ടിങ്ങിൻ്റെ മെമ്മറീസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാം. ഷൂട്ടിങ് എനിക്ക് ആ പാട്ട് കമ്പോസ് ചെയ്യുന്നത് എം ജയചന്ദ്രൻ ചേട്ടനാണ്. പാട്ട് പാടാനുള്ള അവസരം തരുന്നത് അതിൻ്റെ ഡയറക്ടർ സജി സുരേന്ദ്രനാണ്. സജി ചേട്ടൻ വളരെ അടുത്ത സുഹൃത്താണ്. അതെ അതെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വേറെയും സിനിമകൾ കുഞ്ഞളിയനിൽ പാടിയിട്ടുണ്ട്. അപ്പോൾ ഫോർ ഫ്രണ്ട്സിൽ നല്ലൊരു പാട്ടുണ്ട് എന്ന് പറഞ്ഞ് എന്നെ വിളിക്കുന്നു. എം ജയചന്ദ്രൻ ചേട്ടനാണ് മ്യൂസിക് എന്ന് പറയുന്നു. അപ്പോൾ ജയചന്ദ്രൻ ചേട്ടൻ്റെ വളരെ നല്ലൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. ചെന്നൈയിൽ വെച്ചായിരുന്നു റെക്കോർഡിങ്. അപ്പോൾ പാടുന്ന സമയത്തൊന്നും എനിക്കറിയില്ലായിരുന്നു ഇത് ഒരു ഡുവറ്റ് സോങ് ആണെന്നോ അല്ലെങ്കിൽ എൻ്റെ മേൽ പോർഷൻ ദാസാറായിരിക്കും പാടുന്നതെന്നൊന്നും എന്നോട് പറഞ്ഞിരുന്നില്ല. അദ്ദേഹം പാടിയത് കേട്ട് അദ്ദേഹം തന്നെയാണ് റെക്കോർഡ് ചെയ്യാനിരുന്നതും അദ്ദേഹം തന്നെയാണ്. പാടിക്കഴിഞ്ഞ് കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇതിൻ്റെ മെയിൽ പോർഷൻ പാടുന്നത് ദാസാറും കൂടാതെ വിജയ് യേശുദാസും. അപ്പോൾ അച്ഛനും മകനും കൂടെ ഒരുമിച്ച് ഒരു പാട്ട് ഷെയർ ചെയ്യാൻ പറ്റിയെന്നുള്ളൊരു അതെ, തീർച്ചയായിട്ടും. 2 തലമുറയോടൊപ്പം പാടാൻ പറ്റും. ദാസാറിനോടൊപ്പം പാടുന്നത് ഒരു എന്തൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. അതിനോടൊപ്പം തന്നെ അച്ഛനോടും മകനോടും ഒപ്പം പാടാൻ പറ്റി ഒരു പാട്ടിൽ അങ്ങനെ ഒരു ഷെയർ ചെയ്തൊരു പാട്ട്. അതെ അതെ, അങ്ങനെ ഒരു പാട്ട് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ശരിയാണ്. അപ്പം അങ്ങനെ ഒരു അവകാശം എനിക്ക് അവകാശപ്പെടാല്ലേ. ഇപ്പം എല്ലാ ഇൻ്റർവ്യൂവിലും ഉറപ്പായിട്ടും പാട്ടുകാരെ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പാടാനായിട്ട് നമ്മൾ ചോദിക്കാറുണ്ട്. ക്ലീഷേ ക്വസ്റ്റ്യൻ ആണ്, എന്നാലും ഞാൻ ആദ്യം മനസ്സിൽ വരുന്നൊരു പാട്ട് പാടിക്കോളൂ.
ഞാൻ പാടിയ പാട്ടാണോ? ഞാൻ പാടിയത് തീർച്ചയായിട്ടും അശ്വാരൂഢനാണ് ആദ്യം പാടിയതെങ്കിലും അതാണ് എല്ലാവർക്കും ഇഷ്ടമുള്ള പാട്ട്, എല്ലാവരും കേട്ടിട്ടുള്ള പാട്ടും. അതിനുശേഷം ജയരാജ് സാറിൻ്റെ തന്നെ ആനച്ചന്തം എന്ന് പറയുന്നൊരു സിനിമയിൽ അതിലൊരു പാട്ട് പാടിയിരുന്നു. അത് സിനിമയിലില്ല, സിനിമയിൽ പാട്ടുണ്ട്, പക്ഷേ മെയിൽ വേർഷനാണ്. ജി വേണുഗോപാൽ, വേണുചേട്ടനാണ് ആ പാട്ട് മെയിൽ വേർഷൻ പാടിയിരിക്കുന്നത്. അതിൻ്റെ ഫീമെയിൽ വേർഷൻ അന്ന് സി ഡിയും കാസറ്റും ഒക്കെ വളരെ നല്ല രീതിയിൽ എല്ലാവരും കേൾക്കും, വാങ്ങി കാറിലൊക്കെ എപ്പോഴും പ്ലേ ചെയ്യാറുള്ള സമയമായിരുന്നു. ഇപ്പോഴാണല്ലോ സി ഡി ഒന്നും ഇല്ലാത്തതും ഫീമെയിൽ വേർഷൻ അത്രത്തോളം ഇമ്പോർട്ടൻസ് ഇല്ലാത്തതും ഇപ്പോഴാണ്. അന്നത്തെ കാലത്ത് ആ പാട്ട് FM-ലും ഒക്കെ കേട്ട് എല്ലാവർക്കും പരിചയമുണ്ട്. ആ പാട്ട് പാടാം. തീർച്ചയായിട്ടും. ശ്യാമവാനിലേതോ കണിക്കൊന്ന പൂത്തുവോ, സ്വർണമല്ലിപ്പൂവുതിർന്നുവോ, പ്രിയ ഗ്രാമ കന്യ കണ്ടുണർന്നുവോ, കുങ്കുമപ്പൂത്താലം കതിരോൻ്റെ പൊന്നുകോലം, കുങ്കുമപ്പൂത്താലം കതിരോൻ്റെ പൊന്നുകോലം, കണ്ടു കൊതി പൂണ്ടോ ഗജരാജമേഘജാലം. അടിപൊളി. ഞാൻ ഒരു പഴയ കാലത്തിലോട്ട് തിരിച്ചുപോയി. ഇതൊക്കെ 2006. അത് ശരിക്കും ആ സി ഡിയുടെ കാസറ്റിൽ നിന്ന് സി ഡിയിലോട്ട് കൺവേർട്ട് ആയി നമ്മൾ സി ഡികൾ വാങ്ങുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ സോങ്സ് ഒക്കെ റിലീസായത്. കുറച്ചും കൂടെ ഓഡിയോ ക്ലാരിറ്റി ഒക്കെ. എനിക്ക് ഈ അടുത്ത് എൻ്റെ ഒരു സുഹൃത്ത് ത്രിദീപ് എന്നാണ് പേര്. ത്രിദീപ് ഒത്തിരി സി ഡിയും ഇതുപോലെ കാസറ്റ് ഒക്കെ കളക്ഷനുണ്ട്. അപ്പോൾ എനിക്ക് ഇത് രണ്ടിൻ്റെയും, അശ്വാരൂഢൻ്റെയും ആനച്ചന്തത്തിൻ്റെയും കാസറ്റും ഒക്കെ കൊണ്ട് തന്നു. അശ്വാരൂഢനില്ല, ആനച്ചന്തത്തിൻ്റെ കാസറ്റ്. അദ്ദേഹം വിചാരിച്ചത് എൻ്റെ ആദ്യത്തെ ഫിലിം സോങ് അതാണെന്ന്. അങ്ങനെ എനിക്ക് ആനച്ചന്തത്തിൻ്റെ കാസറ്റ് എനിക്ക് കൊണ്ട് തന്നു. അതെ, ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എൻ്റെ കാസറ്റ് കളക്ഷൻസ് ഉണ്ട്, അശ്വാരൂഢൻ്റെ ഇല്ല, അല്ലാതെ കുറച്ച് സോങ്സുകൾ കളക്ഷൻ ഉണ്ട്. അതൊരു നൊസ്റ്റാൾജിയാണ്, നമ്മുടെ ഒരു കാലഘട്ടമാണല്ലോ. വാക്മാനും ടേപ്പ് റെക്കോർഡറും കാസറ്റ്സും ഒക്കെ നമ്മുടെ ലൈഫിന്റെ ഒരു പാർട്ടായിരുന്നല്ലോ. അതിപ്പോഴത്തെ കുട്ടികൾക്ക് പറഞ്ഞാൽ അറിയില്ല. അതെ, അതെ, അവർക്ക് അതിന്റെ ഒരു ഫീൽ അറിയില്ല. നമ്മളൊരു കാസറ്റ് വാങ്ങാനായിട്ട് പൈസ ശേഖരിച്ചിട്ട് അത് കോമ്പിനേഷൻ ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കും. കാര്യം ഒരു കാസറ്റ് മാത്രം വാങ്ങുമ്പോൾ അതിൽ 4 സോങ് ആയിപ്പോവും. അത് ഹിറ്റായി കുറച്ച് ദിവസം കഴിഞ്ഞ് ആ കോമ്പിനേഷൻ ഇറങ്ങുമ്പോൾ 2 മൂവിയുടെ കാസറ്റ് ഒരു കാസറ്റ് കിട്ടി. അതിനൊക്കെ വെയിറ്റ് ചെയ്തിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. സത്യം. അതൊക്കെ നമുക്ക് ആ ഒരു സന്തോഷമൊക്കെ ഇപ്പൊ നമുക്ക് പറഞ്ഞറിയിക്കാൻ. അത് നമ്മൾ പറയുന്നത് ചിലപ്പോൾ എല്ലാവർക്കും ദഹിക്കണം എന്നില്ല. നമ്മൾ എല്ലാ കാലഘട്ടവും കറക്റ്റായിട്ട് അനുഭവിച്ചൊരു തലമുറയാണ്. അതുകൊണ്ട് നമുക്കത് കൃത്യമായിട്ട് പറയാൻ പറ്റും. കാര്യം ദൂരദർശന്റെ റെവല്യൂഷൻ, കേബിൾ റെവല്യൂഷൻ, അത് കഴിഞ്ഞ് ഇന്റർനെറ്റ് റെവല്യൂഷൻ, അങ്ങനെയല്ല. നമ്മളെല്ലാം കറക്റ്റ് ഏജില്ല, നമുക്ക് വലിയ പ്രായമൊന്നുമില്ല. നമ്മളിപ്പോഴും എല്ലാ കാലത്തെയും ഇതുപോലെയുള്ള ടെക്നോളജിയുടെ വളർച്ച നമ്മൾ അറിഞ്ഞു എന്ന് പറയുന്നത് അതൊരു വലിയ ഭാഗ്യം. അത് നമ്മുടെ തലമുറ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ്. കാര്യം നമുക്കിതെല്ലാം കറക്റ്റ് അറിയാം. മൊബൈൽ വരുന്നത്, ഇന്റർനെറ്റ് വരുന്നത്, ദൂരദർശന്റെ കേബിൾ വരുന്നത്, പിന്നെ യൂട്യൂബ് പോലും. എക്സാക്ട്ലി. ഈ അശ്വാരൂഢൻ അഴകാല്ല എന്നുള്ള പാട്ട് ഇറങ്ങുന്ന സമയത്ത് റേഡിയോയിലും TV-യിലും വല്ലപ്പോഴും ഒക്കെ വരുന്ന പരിപാടികളിലേ കാണുന്നുള്ളൂ. യൂട്യൂബൊന്നും അന്ന് എനിക്ക് തോന്നുന്നില്ല, അന്നില്ല. കാര്യം അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് ഇന്റർനെറ്റ് ഫാസ്റ്റ് അല്ലാത്തതുകൊണ്ട് ഈ യൂട്യൂബ് ബഫർ ചെയ്താണ് നമ്മൾ കാണുന്നത്. അപ്പം പലരും അതിനുവേണ്ടി കഷ്ടപ്പെട്ട് കുറച്ച് ഇന്റർനെറ്റ് ഉണ്ട്, അത് നമുക്ക് യൂട്യൂബ് കണ്ട് സമയം കളയാൻ നോക്കാറുണ്ട്. പക്ഷെ ആ കാലഘട്ടത്തിൽ ചാനൽ തുടങ്ങിയവരൊക്കെ ഇന്ന് ഭയങ്കര എന്താണ് ട്രെൻഡ് സെറ്റേഴ്സായി. അത് അന്ന് തൊട്ടേ അവർ ആ ഒരു വിഷനിൽ. കാര്യം അന്ന് ഇന്റർനെറ്റ് സ്പീഡില്ല, അത് കാരണം കാണുന്നവരും കൂടുതൽ അത് കാണില്ല. കാര്യം നമുക്ക് ഇന്റർനെറ്റ് ഇതായിരിക്കാൻ വേണ്ടി. പക്ഷേ എനിക്കും പേഴ്സണലി എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചാനൽ ഷോസ് ഒരുപാട് ആങ്കർ ചെയ്തിരുന്ന ഒരാളാണ്. ഞാൻ പഠിക്കുന്ന സമയത്ത്, കോളേജിൽ പഠിക്കുന്ന സമയം തൊട്ടേ ചാനൽ ഷോസ് കുറേ ചെയ്യുന്നത് കൊണ്ട് ഇപ്പോഴും പലരും
നല്ല പരിചയമുണ്ട് ടി വിയിലൊക്കെ. Familiar face. അതെ, പാട്ടുകാരിയാണെന്ന് പലർക്കും ചിലപ്പോൾ അറിയണം എന്നില്ല. നമ്മുടെ പാട്ട് കേട്ടിട്ടുണ്ടാവും, പക്ഷേ ഒരു സിംഗറാണെന്ന് നമ്മൾ എന്താണ് സ്ക്രീനിലോട്ട് വരുന്നില്ലല്ലോ. ലൈവ് ഷോസ് ചെയ്യുന്നു എന്നല്ലാതെ സിനിമയിലൊന്നും മുഖം കാണുന്നില്ലല്ലോ. പാട്ടുകൾ വരുന്നു എന്നല്ലാതെ പാട്ട് കേട്ടിട്ടുണ്ടാവും, പക്ഷേ നല്ല ഫെമിലിയർ ആണല്ലോ, എവിടെയോ കണ്ടിട്ടുണ്ടെന്നൊക്കെ അന്ന് കണ്ട ഓർമ്മയിലാണ്. അന്ന് ചാനലുകൾ അത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് മൊബൈലോ ബാക്കിയുള്ള പ്ലാറ്റ്ഫോംസ് ഒന്നും ഇല്ല. അപ്പം നമ്മുടെ വീട്ടിൽ വന്നിരുന്നു കഴിഞ്ഞാൽ നാച്ചുറലി നമ്മൾ ടി വി തുറന്ന് ഇങ്ങനത്തെ പ്രോഗ്രാംസുകൾ, എനിക്ക് തോന്നുന്നു കിരൺ ടി വി തുടങ്ങി ഏഷ്യാനെറ്റ് പ്ലസ് അങ്ങനെ കുറേ ചാനലിൽ അവതാരകർക്കുള്ളൊരു ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ട് ആ ഒരു കാലഘട്ടത്തിൽ. ഇപ്പൊ അതൊക്കെ മാറി. ഇപ്പൊ അതെല്ലാം മാറി, കാരണം ഇപ്പൊ നമുക്ക് സെൽഫായിട്ട് ഇപ്പൊ ഇതുപോലും ഇപ്പൊ അന്ന് ചാനലിൽ വരേണ്ടതായിരുന്നത് ഇപ്പൊ എല്ലാം. ഇപ്പം നമുക്കൊരു സ്റ്റുഡിയോ സെറ്റപ്പ്, നമുക്ക് അതിനൊരു ടീമുണ്ടെന്നുണ്ടെങ്കിൽ പോഡ്കാസ്റ്റ്, ഇപ്പം തന്നെ മൂവി റിവ്യൂസ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഈ ഹൈ എൻഡ് ചാനൽസിൻ്റെ അല്ല, കൂടുതലും നോർമലി റീച്ചുള്ള ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള പോഡ്കാസ്റ്റ് ഒക്കെ ചെയ്യുന്നവർക്ക് എല്ലാത്തിലും ഒരു സെലിബ്രിറ്റീസ് വിളിക്കാറുണ്ട്. കാര്യം അവരിൽ കൂടെയാണ് ഇത് പബ്ലിക്കിൽ എത്തുന്നത്. അത് അത്രമാത്രം റീച്ചിലോട്ട് എത്തിക്കഴിഞ്ഞു. ആ ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത് എന്നുള്ളതാണ്. എന്തൊക്കെയോ ആയില്ലേ, പാട്ടിൽ തുടങ്ങി. സ്റ്റേജ് ഷോസ് ഒത്തിരി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ മറക്കാനാവാത്ത അനുഭവമുള്ളൊരു സ്റ്റേജ് ഷോ, അത് പുറത്താവാം അല്ലെങ്കിൽ കേരളത്തിലെ ആവാം, ഏതെങ്കിലും ഒരു എന്നും ഓർത്തിരിക്കുന്ന ലെജൻസിന്റെ കൂടെ പാടാൻ അവസരങ്ങൾ കിട്ടുക എന്ന് പറയുന്നത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത, അതൊക്കെ ഒരു നല്ലൊരു മൊമെന്റ് ആയിട്ട് എപ്പോഴും നമുക്ക് മനസ്സിലുള്ളതാണ്. അതെ അതെ, തീർച്ചയായിട്ടും അതൊക്കെ വലിയ ഭാഗ്യമായിട്ട് വിചാരിക്കുന്നു. അപ്പം SPB സാറിൻ്റെ കൂടെ പാടാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി വേദിയിൽ. അതെ, തീർച്ചയായിട്ടും. ചിത്ര ചേച്ചിയുടെ ഒപ്പം, ഹരിഹരൻ സാറിനോടൊപ്പം, ശങ്കർ മഹാദേവൻ സാറിനോടൊപ്പം, അങ്ങനെ ജീവിതത്തിൽ ഏറ്റവും നല്ല അനുഭവങ്ങൾ തന്നെയാണ്. കാര്യം ഇവരെല്ലാം നമ്മുടെ ഹൃദയത്തിലേറ്റിയ ഗായകരാണ്. തീർച്ചയായിട്ടും. അത് വേറെ രാജ്യങ്ങളിലാണോ അതോ ഇന്ത്യയിൽ തന്നെയാണോ? ഇന്ത്യയിലും പുറത്തുമൊക്കെ ആയിട്ട് ആണ് അവസരങ്ങൾ ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഇപ്പോഴുള്ള എല്ലാ മെയിൻ സ്ട്രീം സിംഗേഴ്സിൻ്റെ കൂടെയും പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് പറയുന്നത് അതൊക്കെ ദൈവാനുഗ്രഹം. അതെ അതെ, തീർച്ചയായിട്ടും. അങ്ങനെ ഇന്ന മൊമെന്റ് എന്ന് പറഞ്ഞ് പറയാൻ എനിക്ക് ഇതൊക്കെ എനിക്കെപ്പോഴും എൻ്റെ മനസ്സിലെപ്പോഴും സൂക്ഷിച്ച് വെക്കാൻ ഇഷ്ടപ്പെടുന്ന. അതെ, തീർച്ചയായിട്ടും. ഈ സ്റ്റേജ് ഷോസ് ചെയ്യുമ്പം ക്രൗഡിൻ്റെ ഒരു അവർക്ക് ചില സജഷൻസ് വരും, അത് ചെയ്യാറുണ്ടോ? ഞാൻ ഉദ്ദേശിച്ചു ഇന്ന സോങ് പ്ലേ ചെയ്യാവോ, അല്ലെങ്കിൽ ഇന്ന സോങ് റിക്വസ്റ്റ് വരാറുണ്ട്, തീർച്ചയായിട്ടും വരാറുണ്ട്. ഈവൻ നിങ്ങളത് പ്രിപ്പയർ ചെയ്തില്ലെങ്കിൽ പിന്നെ പാടാൻ പറ്റില്ലല്ലോ. എന്നാലും ഇപ്പൊ നോർമലി ചോദിക്കുന്നത് നിങ്ങളുടെ പ്രൊഫൈൽ ബേസ് ചെയ്തിട്ടുള്ള സോങ്സ് ആയിരിക്കും. അതെ അതെ. ഇപ്പൊ അഴകാലിലെ പാടിയില്ലെങ്കിൽ റിക്വസ്റ്റ് വരാറുണ്ട്. അയ്യോ, അത് പാടിയില്ലല്ലോ, ഞങ്ങളത് പ്രതീക്ഷിച്ചു, എന്തുകൊണ്ടാ പാടാത്തത് നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പം പാടാറുണ്ട്. പിന്നെ മിക്കവാറും ഞാനൊരു മെലഡി കൂടുതലാണ്, മെലഡീസ്. അതെ, സിംഗറാണ്. പക്ഷേ എന്നാൽ ഫാസ്റ്റ് സോങ്സും പാടും. കാരണം ഇന്നത്തെ കാലത്ത് യൂത്തിന് മാത്രമല്ല, എല്ലാവർക്കും ഒരു പകുതി കഴിയുമ്പോഴേക്കും ഒന്ന് ഡാൻസ് ചെയ്യണം, ഒന്ന് എൻജോയ് ചെയ്യണം. ആ ഒരു 2.5-3 മണിക്കൂർ ഒന്ന് നന്നായിട്ടൊന്ന് ആഘോഷിച്ച് മാക്സിമം എനർജി ചെയ്ത് വേണം പോവാൻ. അങ്ങനത്തെ ക്രൗഡാണ് ഇപ്പോൾ. അതിപ്പം മസിൽ പിടിക്കുന്ന ഓഡിയൻസും ഉണ്ട്. എന്നാലും കുറച്ചൊരു പകുതിയോളം കഴിയുമ്പോൾ അവരൊക്കെ ഒന്ന് ഡാൻസ് ചെയ്യാൻ. അതെ അതെ. ഇപ്പം അത് കേരളത്തിലാണെങ്കിലും പുറത്താണെങ്കിലും എബ്രോഡ് ഷോസും കുറേ ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാ സ്ഥലത്തും എല്ലാവരും എൻജോയ് ചെയ്യാനാണ് വരുന്നത്. അവർ ആ ഒരു 1-2 മണിക്കൂർ റിലാക്സ് ചെയ്ത് ഹാപ്പി ആയിട്ട് പോകാമെന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് എന്താണോ വേണ്ടത് അതനുസരിച്ച് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. നമ്മുടെ ഒരു പഴയ കാലഘട്ടത്തിൽ ഇപ്പോഴാണ് ബാൻഡിന്റെ ഒരു റെവല്യൂഷൻ വന്നത്. കുറെ നാളായിട്ടേ ഉണ്ട്. എന്നാലും ഗാനമേള എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പം കേരളത്തിൽ മൂവാറ്റുപുഴ, ഏഞ്ചൽ വോയിസ് ഒക്കെ പോലെ എനിക്കൊന്ന് തിരുവനന്തപുരം ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് ഗാനമേള ട്രൂപ്സ് ഉണ്ട്. ഞാൻ ആദ്യം പാടി തുടങ്ങിയത് സിറ്റി വോയിസ് എന്ന് പറയുന്ന ഒരു ഗാനമേള. അതിലൊരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? അത് വളരെ
ചെറുതിലെയാണ്. ഞാനൊരു 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ വല്ലപ്പോഴും ഉള്ള എന്തെങ്കിലുമൊക്കെ സംഘടനകൾ, അമ്മ സെക്രട്ടേറിയറ്റിലായിരുന്നു വർക്ക് ചെയ്തത്. അപ്പോൾ അവിടെയുള്ള അസോസിയേഷൻസ് നടത്തുന്ന പരിപാടികൾ, അച്ഛൻ ടീച്ചറായിരുന്നു, അപ്പോൾ അച്ഛൻ്റെ കെയർ ഓഫിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ പാടിയിട്ടുണ്ടെന്നല്ലാതെ അങ്ങനെ പാടുന്നത് കേട്ട് ഒരു ഗാനമേള ടീം എന്നോട് ചോദിച്ചു, സ്ഥിരമായിട്ട് പാടാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛനൊന്നും അത്ര അങ്ങനെ ഒരു ഗാനമേള സിംഗർ ആവണ്ട, അച്ഛന് കച്ചേരികൾ, കർണാട്ടിക് മ്യൂസിക് കൂടുതൽ പഠിക്കണം, അതിൽ എന്തെങ്കിലുമൊക്കെ നേടണം, പേരെടുക്കണം എന്നൊക്കെയായിരുന്നു അച്ഛൻ്റെ ആഗ്രഹം. പക്ഷേ എനിക്ക് ലൈറ്റ് മ്യൂസിക്, ഫിലിം സോങ്സ് ഒക്കെ പാടാൻ ഇഷ്ടമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ ഞാനും വളരെ കുറച്ച് കാലം സിറ്റി വോയിസ് എന്ന് പറയുന്നൊരു തീർച്ചയായിട്ടും നല്ല എക്സ്പീരിയൻസ് ആണ്. കാരണം ഉത്സവ പരിപാടികളും അങ്ങനത്തെ ലോക്കൽ ക്രൗഡ് ആയിരിക്കും, അതെ, അങ്ങനത്തെ ഓഡിയൻസ് ആയിരിക്കുമല്ലോ. നമ്മൾ സാധാരണക്കാരാണ് കേൾക്കാൻ വരുന്നത്. അപ്പം അത്തരം ഓഡിയൻസിന് മുമ്പിൽ പെർഫോം ചെയ്യുന്നത് ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഒത്തിരി മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, എന്നാലും ചിലരുടെ വർക്ക് ചെയ്തിട്ടും ഇല്ല. ജീവിതത്തിൽ ഏറ്റവും ഇൻസ്പയർ ചെയ്തിട്ടുള്ളൊരു മ്യൂസിക് ഡയറക്ടർ ഏതാണ്? മ്യൂസിക് ഡയറക്ടറോ? ആ ഒരു ഡയറക്ടർ എടുത്തു പറയാനായിട്ടില്ലെങ്കിൽ ഇപ്പോൾ ചിലർ ഇപ്പം ഇളയരാജ സാറിനെ പറയാറുണ്ട്, AR റഹ്മാൻ സാറിനെ പറയാറുണ്ട്, ഒരുപാട് പേര് ലൈഫിലുണ്ടാവും. എന്നാലും അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും കുറച്ച് സോങ്സുകൾ ഓരോരുത്തരുടെ ആയിട്ട് അതായാലും കുഴപ്പമില്ല. എനിക്ക് അങ്ങനെ ഒരുപാട് വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് മ്യൂസിക് ഡയറക്ടേഴ്സുമായിട്ടില്ല. പാടിയിട്ടുണ്ട് ഞാൻ, കവർ സോങ്സ് ഒക്കെ പാടിയിട്ടുണ്ട്. അതല്ലാതെ ഇപ്പോൾ പുതിയ ജനറേഷനിലെ ജേക്സ് ബിജോയ്, രാഹുൽ രാജ്, ദീപക് ദേവ്, പിന്നെ ജാസിച്ചേട്ടനിലാണ് തുടങ്ങിയത്. ആദ്യത്തെ പാട്ട് ജാസിച്ചേട്ടനായിരുന്നു. ആനച്ചന്തം മ്യൂസിക് ചെയ്തത് ജെയ്സൺ ജെ നായർ എന്ന മ്യൂസിക് ഡയറക്ടറായിരുന്നു. പിന്നെ M ജയചന്ദ്രൻ, ബിജി ബാൽ സാറ്, അങ്ങനെ കുറേ പേരുടെ കൂടെ കുറേ പേരുടെ പാട്ടുകൾ പാടിയിട്ടുണ്ടെന്നല്ലാതെ അവരുമായിട്ടുള്ള അങ്ങനൊരു ചോദ്യത്തിന് ഉത്തരം എനിക്ക് പറയാൻ അറിയില്ല. ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരുപാട് മ്യൂസീഷ്യൻസ് ഉണ്ട്, സിംഗേഴ്സ് ഉണ്ട്. കാണണം എന്നെങ്കിലും ആഗ്രഹം തോന്നിയിട്ടുള്ള രാജാ സാറുണ്ട്, AR റഹ്മാൻ സാറുണ്ട്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അഖിലയുടെ എഡ്യൂക്കേഷനൊക്കെ ട്രിവാൻഡ്രം തന്നെ? അതെ അതെ അതെ, ഞാൻ എല്ലാം ബേസിക്കലി ട്രിവാൻഡ്രം. പഠിച്ചതും ജനിച്ചതും വളർന്നതും താമസിക്കുന്നതും ഒക്കെ ഫാമിലി, ഹസ്ബൻഡും ഒരു മോനുണ്ട്. പിന്നെ പാരൻസ്, അവരുടെ പാരൻസ് എല്ലാവരും ട്രിവാൻഡ്രം തന്നെയാണ്. ഫാമിലിയുടെ സപ്പോർട്ട് പൂർണ്ണമായിട്ടും ഉറപ്പായിട്ടും. കാരണം ഞാൻ ആദ്യത്തെ ഫിലിം സോങ് പാടുന്ന സമയത്ത് ഞാൻ മാരീഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഹസ്ബൻഡിൻ്റെ സപ്പോർട്ടില്ലാതെ നമുക്ക് പിന്നീടുള്ള യാത്ര, ഞാൻ ഫിലിമിൽ പാടിയതിന് ശേഷമാണ് ഞാൻ തന്നെ അറിയുന്നത് എൻ്റെ പ്രൊഫഷൻ ഇതാണ്, ഞാൻ ഇത് തന്നെയാണ് ആവണം ഞാൻ നിൽക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് പോലും അപ്പോഴാണ്. കാരണം അതനുസരിച്ചാണ് പ്രോഗ്രാംസ് വരുന്നതും കുറേ മറ്റ് റെക്കോർഡിങ്സൊക്കെ വരുന്നു. അതിന് മുമ്പ് എനിക്കങ്ങനെ റെക്കോർഡിങ് എക്സ്പീരിയൻസ് ഒന്നും പറയാനില്ല. ചാനൽ ഷോസ് കുറേ ആങ്കർ ചെയ്തിട്ടുണ്ട്, കുഞ്ഞു കുഞ്ഞു പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്, പാടിയിട്ടുണ്ടെന്നല്ലാതെ ഒരു വലിയ സ്റ്റേജിനെയോ ഒരു സിനിമയിൽ പാടിയ ഒരു എക്സ്പീരിയൻസ് ഒന്നും ഇല്ലല്ലോ. അപ്പം അതിനെ തുടർന്നാണ് കൂടുതൽ പ്രോഗ്രാംസും എൻക്വയറീസും അങ്ങനെ വന്നു തുടങ്ങിയപ്പോഴാണ് ഞാനും ഓക്കെ ഇതാണ്, ഇതിലാണ് ഞാൻ ഫോക്കസ് ചെയ്യേണ്ടത്, ഇത് തന്നെയാണ് എൻ്റെ ലൈഫെന്ന് തീരുമാനിക്കുന്നത്. അപ്പോഴാണല്ലോ ഒരു ബ്രേക്ക് നമുക്ക് കിട്ടുമ്പോഴാണല്ലോ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നല്ലൊരു റോള് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള സോങ്സിൻ്റെ ഒക്കെ സ്റ്റോറീസ് ഇടാം. എനിക്ക് തോന്നുന്നു അകലെ കുറച്ച് ഷൂട്ട്സും ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അതൊരു ടൈം പാസ്, നമ്മളൊരു ഇതിൻ്റെ പാർട്ടായിട്ട് ചെയ്യും. അത് ശരിക്കും കൂടുതൽ അതിലേക്ക് കൂടുതൽ വരാനുണ്ടായൊരു സമയം എന്ന് പറയുന്നത് കോവിഡ് സമയമാണ്. നമുക്ക് വേറൊന്നും ചെയ്യാനില്ല. പ്രോഗ്രാം, നമ്മുടെ ഒരു സന്തോഷവും ഒരു എൻഗേജ്മെൻറ്റും എന്നൊക്കെ പറയുന്നത് ലൈവ് ഷോസും റെക്കോർഡിങ്സും ഒക്കെയാണ്. പൂർണ്ണമായിട്ടും അതില്ലാതെ ഒരു 2-2.5 വർഷത്തോളം
വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അവസ്ഥ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കലാകാരന്മാർക്ക് അതെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയായിരുന്നു. ആ സമയത്താണെന്ന് കുറച്ച് ആൾക്കാരൊക്കെ മാറി ചിന്തിച്ചു. പലരും എന്തെങ്കിലുമൊക്കെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ എന്തെങ്കിലുമൊക്കെ എൻഗേജ്ഡ് ആവാൻ ശ്രമിച്ചതിൻ്റെ കൂട്ടത്തിലായിരുന്നു എൻ്റെ ഫോട്ടോഷൂട്ടും. പക്ഷേ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ 1 ലക്ഷത്തിന് മേളിൽ ഫോളോവേഴ്സ് ഉണ്ട്, ഒത്തിരി വ്യൂവേഴ്സും ഉണ്ട്. അത് മെയിൻറ്റെയിൻ ചെയ്യുക. ഇത് നമ്മളെ ജേർണിയിലെ ഒരു പാർട്ടാണ്. തീർച്ചയായിട്ടും ഇപ്പം അതൊരു പാർട്ടായി മാറി. നമ്മൾ ഈ സെൽഫ് പ്രൊമോഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളല്ലേ പ്രൊമോട്ട് ചെയ്യുന്നത്, അത് മറ്റുള്ളവർ കൂടെ അറിയിക്കണം. കാര്യം അത് കണ്ടിട്ടായിരിക്കാം ഏതെങ്കിലും ഒരുപാട് പേർക്ക് ഓപ്പർച്യൂണിറ്റി. ഞാനൊക്കെ ഇതിൽ വളരെ പുറകിലാണെന്നാണ് എൻ്റെ അഭിപ്രായം, എൻ്റെ ഒരു തോന്നലും. കാരണം നമ്മളെക്കാളും ഒക്കെ മുമ്പിൽ ആയിക്കഴിഞ്ഞു പുതിയ ജനറേഷൻ. അവര് ഒത്തിരി ടാലന്റഡ് ആണ്. അവർക്ക് അതിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയാം, ടെക്നിക്കൽ സൈഡും ഒക്കെ അറിയാം, എങ്ങനെ ഇതിന് റീച്ച് കിട്ടും, അതിൻ്റെ ആൽഗരിതംസ് അനാലിസിസ്. അപ്പം അവർ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. പക്ഷെ നമ്മളും ആ ഒരു മേഖലയിൽ നിന്നാലേ നമുക്കും സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ ഇന്നത്തെ കാലത്ത്. സസ്റ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ അഖിലാനന്ദ് എന്ന് പറഞ്ഞ സിംഗർ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള വർക്ക് ചെയ്യുന്നുള്ളത് നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കൂടെ എനിക്ക് വേറെ ആരുടെയും സഹായമില്ലാതെ എനിക്ക് തന്നെ എന്നെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് എൻ്റെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും എൻ്റെ യൂട്യൂബ് ചാനലും ഒക്കെയാണ്. തീർച്ചയായും. അപ്പോൾ അതിൽ ആക്റ്റീവായിരിക്കാൻ ശ്രമിക്കുന്നു, അത്രേ ഉള്ളൂ. അല്ല, അത് അത്യാവശ്യം ആക്റ്റീവാണ്. അഖിലയുടെ വർക്ക്സ് എല്ലാം ഞാനും ഒക്കെ ഫോളോ ചെയ്യാറുണ്ട്. വളരെ കൃത്യമായിട്ടത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അത് ശരിക്കും നല്ല ഒരു പോസിറ്റീവ് സൈനാണ്. മലയാളം സോങ് ഇപ്പം സ്വന്തം പാടിയ സോങ് അല്ലാതെ വേറൊരു സോങ് ഞാൻ പാടാൻ പറഞ്ഞാൽ ഏതായിരിക്കും ഫസ്റ്റ് മനസ്സിൽ വരുന്നത്? അതിൻ്റെ 2 ലൈൻ പാടാം. പെട്ടെന്ന് ഏതാവാം ഏറ്റവും കംഫർട്ടുള്ള സോങ്. അത് ഹിന്ദി ആവാം, പാട്ടുകളുണ്ട് അതിൽ. മാലേയം മാറോടലിഞ്ഞും മൈ കണ്ണിൽ മാമ്പൂവിരിഞ്ഞും മഞ്ഞിൽ കുതിർന്നാടും പൊന്നിന്നാട് ഒന്നൊന്നായഴിഞ്ഞും പിന്നെ നെഞ്ചിൽ ചെണ്ടു മല്ലിപ്പൂവിൻ നേർത്ത ചെല്ല കൂമ്പുലഞ്ഞും ആഹാ മാലേയം മാറോടലിഞ്ഞും മൈ കണ്ണിൽ മാമ്പൂവിരിഞ്ഞും. ഇപ്പൊ കേട്ടൊരു പാട്ടായിരുന്നു ഞാൻ. ശരത് സാറിന്റെ മ്യൂസിക്കാണിത്. തച്ചോളി വർഗീസ് ചേകോർ എന്ന് പറഞ്ഞ മൂവിയില് ശരത് സാറിന്റെ ഒരു പ്രത്യേകത, സാറ് കുറച്ച് സോങ്സേ ചെയ്തിട്ടുള്ളെങ്കിലും എല്ലാം ഗംഭീര സാധനങ്ങളാണ്. എല്ലാ പാട്ടുകളും. എനിക്കതിൽ ഏറ്റവും പേഴ്സണലി മെമ്മറി ഉള്ളത് എൻ്റെ കസിൻ ആക്ട് ചെയ്ത നിയാസ് ആക്ട് ചെയ്ത ക്ഷണക്കത്ത്. അതില് അതാണ് പുള്ളിയുടെ ഫസ്റ്റ്. ഗംഭീര സാധനങ്ങളാണ്. ആകാശദീപം, സല്ലാപം കവിതയായി, മംഗളങ്ങളരുളും, പിന്നെ ഒറ്റയാൽപ്പെട്ട ആലാപനം. അത് ഒരു ക്ലാസിക്കൽ എലമെന്റിലുള്ള ഒരു സാധനമാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഒറ്റയാൽപ്പട്ടാളം, മായാമഞ്ചലിൽ, പവിത്രത്തിലെ പാട്ടുകൾ. സാറ് ചെയ്ത സാധനങ്ങളൊക്കെ ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ ചെയ്തിട്ടുള്ളൂ. പക്ഷേ സിംഗേഴ്സിൻ്റെ ഇൻ്റർവ്യൂവിൽ ഞാൻ കേട്ടിട്ടുണ്ട് പാടാൻ ഭയങ്കര പ്രയാസമുള്ള. തീർച്ചയായിട്ടും സാറിൻ്റെ പാട്ട് നമുക്ക് കേൾക്കാൻ എന്താ പറയുക, അതിനെക്കുറിച്ച് അഭിപ്രായം പറയാനൊന്നും ഞാനല്ല, എന്നാലും സൂപ്പർ കോമ്പോസിഷൻസ് ആണ് എല്ലാം. പക്ഷെ പഠിച്ച് പാടാൻ ഈ പറഞ്ഞ പോലെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഈ ക്ഷണക്കത്ത് തന്നെ എക്സാമ്പിളാണ്. ആ മൂവി റിലീസ് ചെയ്യുന്നത് ഞാൻ എൻ്റെ സ്കൂൾ കാലഘട്ടത്തിൽ, ഞങ്ങളെ ഫാമിലി മെമ്പറാണ് പുള്ളി, ഞങ്ങൾ കൊച്ചിനെ കണ്ടതാണ്. പക്ഷേ ഇതിലെ സോങ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ എന്നും അത് എവർഗ്രീനാണ്. 5-6 സോങ്സ് ഉണ്ട്, എല്ലാം സല്ലാപം. അന്ന് ഇപ്പോൾ കുറച്ച് മുമ്പ് നമ്മൾ ഓഫ് സ്ക്രീനിൽ സംസാരിച്ച പോലെ അന്നത്തെ കാലത്ത് പാട്ടുകൾക്ക് സിനിമയേക്കാൾ കൂടുതൽ പ്രാധാന്യം ഉണ്ടായിരുന്നു. ഇന്ന് തിരിച്ചായി. പാട്ട് ഒരു എന്താണ് ഒരു കഥ പറയുന്നതിൻ്റെ ഇടയിൽ ഒരു ഫില്ലർ പോലെയൊക്കെ ആയി പാട്ടുകൾ. അപ്പോൾ അതിൻ്റെ വ്യത്യാസമുണ്ട്, ഓഡിയൻസിലും ഉണ്ട് ആ വ്യത്യാസം. അതുകൊണ്ടായിരിക്കും നമ്മൾ ഇപ്പം ഞാൻ റീസെൻ്റ്ലി റീലിൽ കണ്ടതാണ് 93-ൽ ഇറങ്ങിയ സോങ്സിൻ്റെ മാത്രം എനിക്കൊന്ന് 50 സോങ്ങോളം ആ റീലിലുണ്ട്.
അതിൻ്റെ എല്ലാവരും 5 സെക്കൻഡ്സ് 10 സെക്കൻഡ്സ് ആണ്. ഇത് ഈ ഒരെണ്ണം പോലും നമുക്ക് ഫോർവേഡ് ചെയ്ത് മാറ്റാൻ പോലും തോന്നുന്നില്ല. അത്രയും നല്ല ഗംഭീര സാധനങ്ങളാണ്. അതിന് എക്സാമ്പിൾ ആണല്ലോ ഇപ്പോഴത്തെ പുതിയ കുട്ടികൾ റീൽസ് ചെയ്യാൻ പഴയ പാട്ടുകൾ എടുക്കുന്നത്. ശരിയാണ്. കവേഴ്സ് ചെയ്യാനും ഇപ്പം ഞാൻ ഉൾപ്പെടെ കവേഴ്സ് ചെയ്യാൻ പുതിയ പാട്ടുകളില്ല, പഴയ പാട്ടുകൾ തന്നെയാണ് കവേഴ്സ് ആയിട്ട് വരുന്നത്. ഈവൻ ഹിന്ദി സോങ്സിന്റെ റീക്രിയേഷൻ റീൽസ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്ന് വെച്ച് പുതിയ പാട്ടുകൾ മോശമെന്നല്ല, പുതിയ പാട്ടുകാരും ഒന്നും അങ്ങനെയല്ല. ട്രെൻഡ് മാറി. ആ ഒരു പണ്ടത്തെ ഇപ്പോൾ ക്ഷണക്കത്തിലെ പാട്ടുകളുടെ കാര്യം പറഞ്ഞ പോലെ പാട്ടിന് അത്രത്തോളം പ്രാധാന്യം അന്ന് സിനിമയിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അത്രയും പാട്ടുകൾ വന്നത്. അതെ, അത് ചില സോങ്ങുകൾ നമ്മൾ ഇപ്പം ഒരു എക്സാമ്പിൾ ആണ്, സൗഭാഗ്യം എന്ന് പറഞ്ഞ സിനിമയിൽ ജഗദീഷ് അഭിനയിച്ച അതിൽ ഒന്നുരിയാടാൻ കൊതിയായി എന്ന് പറഞ്ഞാൽ ഈ സോങ് ആക്ച്വലി നമ്മൾ വിഷ്വലി കാണുമ്പം 90കളിലൊരു കല്യാണം, എൻ്റെ സിസ്റ്ററിൻ്റെയൊക്കെ മാരേജ് എനിക്ക് ഓർമ്മ വരും. ആ ഒരു കല്യാണ ക്യാസ് ഇവർ അതിൽ വിഷ്വൽ എന്ന് പറയുന്നത് ഒരു ജ്വല്ലറി പോയി വാങ്ങുന്നത്, ഡ്രസ്സ് എടുക്കാൻ പോകുന്നത്, ലിറ്ററലി നമ്മൾ ആ ഒരു കാലഘട്ടത്തിലോട്ടേ കൊണ്ടുപോവുകയാണ്. അങ്ങനെ ആയിരുന്നു അതിൻ്റെ വിഷ്വലി എടുത്തേക്കുന്നതും. ചില സോങ്സുകളുണ്ട് ഇത് കണക്ക്. അതിൽ മോസ്റ്റ്ലി നമ്മൾ മമ്മൂട്ടി മോഹൻലാൽ സിനിമകൾ മാത്രമല്ല, ജഗദീഷിൻ്റെ സിനിമയാവട്ടെ, മുകേഷിൻ്റെ സിനിമകളാവട്ടെ, എല്ലാ സിനിമയിലും ശ്രീനിവാസിൻ്റെ സിനിമകളാവട്ടെ, എല്ലാ സിനിമകളിലെയും പാട്ടുകൾ ചിലപ്പോൾ അധികം ശ്രദ്ധിക്കപ്പെടാത്ത ഈ പൂനിലാമഴ എന്ന് പറഞ്ഞ മറ്റേ പൂനിലാമഴ ദിലീപിൻ്റെ ആദ്യത്തെ ഹിറ്റാണ്. അതങ്ങനെ പൂനിലാമഴ എന്ന് പറഞ്ഞ സിനിമയിലൊരു പാട്ട് ഇപ്പം ഒത്തിരി റീൽസിൽ റീക്രിയേഷൻ ആയതാണ്. തമിഴ് പാടുമ്പോൾ ലിറിക്സ് തെറ്റിപ്പോകുന്നതാണ് എൻ്റെ ഒരു പേടിയുണ്ട്. എന്തെങ്കിലും തെറ്റാണോ പാടുന്നത്? മനസ്സിലായി. എന്തായാലും പാടാം. உந்தன் கஞ்சாடே விழுந்ததில் நெஞ்சம் நெஞ்சம் தரிகிட்டு தழும்புது நெஞ்சம், எந்த நூலாடை பறந்ததில் கொஞ்சம் கொஞ்சம் பிறைமுகம் பார்த்தது கொஞ்சம், ரத்தம் கொதி கொதிக்கும் உலை கொதித்திடும் நீர்க்குமிழ் போல, சித்தம் துடி துடிக்கும் புயல் எதிர்த்திடும் நோரிலை போல, பனித்துளிதான் என்ன செய்யுமோ மூங்கில் காட்டில் தீ விழும் பொழுது, மூங்கில் காடென்று ஆயினில் மாது கண்ணாளனே எனது கண்ணை நேற்றோடு காணவில்லை, என் கண்களை பறித்து கொண்டும் ஏன் இன்னுം പേസവില്ലേ. എനിക്ക് ലിറിക്സൊക്കെ തെറ്റിയോന്നുള്ളത് ഒരു സംശയമുണ്ട്. ഒരു കാലഘട്ടം വരെ മണിരത്നം ഇളയരാജ സോങ്സ് ആയിരുന്നു. ഈ റോജയിൽ നിന്ന് തുടങ്ങിയാണ് പുള്ളി നിശ്ചയം ജയറാമനിലോട്ട് വന്നത്. അതിൽ രണ്ടാമത്തെ സോങ്ങാണ് റോജ കഴിഞ്ഞ് ബോംബെ. ഗംഭീര സാധനമാണ് ചിത്ര ചേച്ചി പാടിയ. ഞാനിത് മിക്കവാറും എല്ലാ പ്രോഗ്രാംസിനും പാടാറുണ്ട്. ഇതിൻ്റെ അനുപല്ലവി തുടങ്ങുന്നതാണ് രസവും. ഇപ്പം അതിലാണ് ചില സോങ്സ് അങ്ങനെയാണല്ലോ. നമുക്ക് ഈ അനുപല്ലവി ഇപ്പം എന്തിന് വേറൊരു സൂര്യോദയം, എല്ലാ പാട്ടും ഈ പറഞ്ഞ പോലെ അനുപല്ലവിയിൽ സ്റ്റാർട്ട് ചെയ്ത് പല്ലവിയിലേക്ക് വരുന്നത് ഒരു ഫീലാണ്. അതെ, അതൊരു വേറൊരു ഫീലാണ്. അപ്പം നമ്മൾ ഇത് ഏത് സോങ്ങാണ്, കുറച്ച് സമയം എടുക്കും ഇതൊന്ന് ഏത് സോങ്ങിലോട്ട് എത്തണം. നമ്മൾ റെഗുലറായിട്ട് കേൾക്കുന്ന സോങ്സ് അല്ല, ഫെമിലിയർ ആയിരിക്കും. എവിടെ നിന്നാണ് ഇപ്പം ദേവി ആത്മരാഗം, അതിൽ ആ പാവണങ്ങൾ മീട്ടും ആ ഒരു ലൈനിനൊരു പ്രത്യേക ഫാൻ ബേസ് ഉണ്ട്. വേറെ ഏതെങ്കിലും അനുപല്ലവിയിൽ പാടാൻ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സോങ്, ഹിന്ദി ആയിക്കോട്ടെ, ഏതായാലും കുഴപ്പമില്ല. ഞാൻ ഹിന്ദി അധികം പാടാറില്ലാന്ന് തോന്നുന്നു, അധികം കേൾക്കാറുമില്ല. ഹിന്ദി കുറവാണ്. മലയാളവും തമിഴും ഒക്കെയാണ് കൂടുതൽ കേൾക്കാറ്. അപ്പം ഏഴുതിരി വിളക്കിൻ്റെ മുമ്പിൽ ചിരി തൂകി മലർത്താലം കൊണ്ടുവന്നതാര്, കനകമഞ്ചാടി പോലെ അഴകു തൂകുമീ നേരം, ഏതൊരോർമ്മയിൽ നിന്നു നീ ആരെ തേടുന്നു ഗോപികേ.
കിനാവ് പോൽ വരൂ വരൂ. വേണുചേട്ടൻ്റെ എവർഗ്രീൻ സോങ്. വേണുചേട്ടൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, പാടിയ പാട്ടുകളെല്ലാം എല്ലാം ഗംഭീര സാധനങ്ങളാണ്. അത് കുറച്ച് സോങ്സാണ് പുള്ളിയുടെ ഹിറ്റ്, അതെല്ലാം എപ്പോഴും വീണ്ടും വീണ്ടും കേൾക്കാൻ നമ്മൾ ഇഷ്ടപ്പെടും. ഉണരുമീ ഗാനം, മായാമഞ്ചലിൽ, ചന്ദനമണിവാതിൽ, അതൊരു പുള്ളിയുടെ മാത്രമുള്ള ഒരു പ്രത്യേകത. കൂടെയും പ്രോഗ്രാംസ് ചെയ്യാറുണ്ടല്ലേ? അപ്പോൾ വേണുചേട്ടൻ്റെ ഒരു ഓഡിയൻസ് ഉണ്ട്, ഒരു സെറ്റ് ഓഫ് ഓഡിയൻസ് എന്ന് പറയുന്നത് വേണുചേട്ടനോട് ഞാൻ ഭയങ്കര ആരാധനാണ് പുള്ളിയുടെ പാട്ടുകൾ. ഉണരുമീ ഗാനം, മായാമഞ്ചലിൽ, പീലിക്കണ്ണെഴുതി, അതെ, പിന്നെ ഒന്നാം രാഗം, ചന്ദനമണിവാതിൽ, പള്ളിത്തേരുണ്ട്, ഇതൊക്കെ സ്ഥിരമായി കേൾക്കുന്ന ഒരു പറ്റം ഓഡിയൻസ്. കാണാനിഴകുള്ള വെള്ളരി, ഊഴത്തിലെ സോങ്. സംഗീതമാണ് അപ്പം ലൈഫ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 2006 ആദ്യത്തെ സിനിമ പാടി തുടങ്ങിയപ്പോഴാണ് ശരിക്കും എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നതും. ഞാൻ ഇതാണ് എൻ്റെ വഴിയെന്ന് തീരുമാനിക്കുന്നത് പോലും അപ്പോഴാണ്. ഇപ്പോൾ 2025 20 വർഷമാകുമ്പോൾ, അതെ, 20 വർഷമായിട്ട് ഇനിയിപ്പോൾ എന്ത് ചോദിക്കാനാണ്. ഇത്രയും വർഷവും സംഗീതം കൊണ്ട് ജീവിച്ചു, സംഗീതത്തിലൂടെ ജീവിച്ചു. ഇപ്പോഴും പിന്നെ നമുക്ക് ഒത്തിരി പ്ലാറ്റ്ഫോംസ് ഇപ്പോൾ ഉണ്ട്. ഇപ്പം സ്വന്തമായിട്ട് കവർ സോങ്സ് ചെയ്യാം, അങ്ങനത്തെ ഒരുപാട് പ്ലാറ്റ്ഫോംസ്. അത് തന്നെ നമ്മളൊരു ഭാഗ്യമാണല്ലോ. അതെ, കവേഴ്സ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു പുതിയ ജനറേഷൻ്റെ ഒരു സ്റ്റൈലും ഒരു ട്രെൻഡാണ്. ഇപ്പോൾ പഴയ പാട്ടുകളാണ് ഇപ്പം പുതിയ രൂപത്തിൽ ബാൻഡിലൊക്കെ പെർഫോം ചെയ്യുന്നതും ഒക്കെ. അത് ഹിറ്റാക്കിയ ഒരാളുണ്ട്, ഹരീഷ് ശിവരാമകൃഷ്ണൻ. അങ്ങനെ ചില സാധനങ്ങളൊക്കെ അവരവരുടേതായിട്ടുള്ള സ്റ്റൈലിലാണ് പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടിലും നമുക്ക് സഞ്ചരിക്കാൻ പറ്റാന്നുള്ളതാണ് ഞാനിപ്പം ഫോളോ ചെയ്യുന്നത്. കാരണം നമുക്ക് നിലനിൽപ്പ് അങ്ങനെയാണ്. കാരണം പഴയ പാട്ടുകൾ മാത്രമേ പാടുള്ളൂ, പഴയ രീതിയിൽ മാത്രമേ പെർഫോം ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഗാനമേളയിൽ മാത്രമേ പാടുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ പറ്റില്ല. കാലഘട്ടത്തിനനുസരിച്ച് തീർച്ചയായിട്ടും മാറിയേ പറ്റുള്ളൂ. അതാണല്ലോ വേണ്ടത്. തീർച്ചയായിട്ടും അത് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതി. അതുകൊണ്ടാണ് ഈ കവർ വേർഷനിലോട്ട് വരുന്നത്. അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലോട്ട് ആ സോങ്ങിനെ റീക്രിയേറ്റ് ചെയ്യാണ്. പണ്ട് ഹിന്ദി സോങ്സിൻ്റെ നമ്മളൊരു കാസറ്റ് ഇറങ്ങി ഒരു 2 വീക്സ് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ജാങ്കാർ ബീറ്റ്സ് എന്ന് പറഞ്ഞ് ഇറങ്ങുമായിരുന്നു. ജാങ്കാർ ബീറ്റ്സ് ഹിന്ദി സോങ്സ്, അതായത് കൂടുതൽ എക്സ്ട്രാ മ്യൂസിക് ഇട്ടിട്ട് സെയിം സോങ്സ് തന്നെ ആയിരിക്കും ഭയങ്കര ഹിറ്റ് ആവുന്ന സാധനങ്ങളൊക്കെ. ഇപ്പം ഏതില്ലകി അങ്ങനത്തെ കുറെ ട്രെൻഡ്സ്, മൊഹറയിലൊക്കെ സോങ്സ് ഉണ്ട്. അത് ജാങ്കാർ ബീറ്റ്സ് എന്നാണ് അതിന് ആ കാസറ്റ്സിൽ ഹൈലൈറ്റ് ചെയ്ത് വയ്ക്കും. അങ്ങനെ അതേ കണക്കാണ് ഇപ്പോഴും വരുന്നുണ്ടല്ലോ അതിന്റെ DJ വേർഷൻ, റീമിക്സ് വേർഷൻ, ലോഫി വേർഷൻ, കുറച്ച് സ്ലോ ആയിട്ട് വരുന്നത്. ഇതൊക്കെ എപ്പോഴും സ്പെഡപ്പ് വരുന്നുണ്ട്, സ്പീഡ്. എൻ്റെ മോനൊക്കെ സ്പെഡപ്പ് കേൾക്കുന്ന കൂട്ടത്തിലാണ്. സ്ലോ അല്ല, അവനെല്ലാം ബീറ്റ് കൂട്ടി സ്പീഡിൽ കേൾക്കണം. കൂടുതലും എല്ലാ ടൈപ്പും കേൾക്കാറുണ്ട്, എന്നാലും കാറിൽ കയറിയ ഉടനെ സ്പെഡപ്പ്, ഇതിൻ്റെ സ്പെഡപ്പ് സൂപ്പറല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മര്യാദയ്ക്ക് ഒരു പാട്ടും കേൾക്കാൻ സമ്മതിക്കില്ല, എല്ലാം സ്പീഡിലാണ്. മൂവിയിൽ എന്തെങ്കിലും ആക്ടിങ് ഓപ്പർച്യൂണിറ്റി എല്ലാം വന്ന് ചെയ്തിട്ടുണ്ടോ? ഇപ്പം ഞാൻ ജയരാജ് സാർ എന്നോട് ആദ്യം പാട്ട് പാടാനുള്ള അവസരം തരുന്ന സമയത്ത് അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. അന്ന് പക്ഷെ എനിക്ക് ഒട്ടും ഒരു ധൈര്യമില്ല, ഒരു കോൺഫിഡൻസ് ഇല്ല. ഞാൻ ഇത്രയൊന്നും സംസാരിക്കുന്ന ഒരാളായിരുന്നില്ല, കുറച്ച് റിസർവ്ഡ് ആണ്, കുറച്ചിങ്ങനെ അധികം പബ്ലിക്കിനെ അധികം സംസാരിക്കുന്ന കൂട്ടത്തിലായിരുന്നില്ല, അധികം മിങ്കിൾ ചെയ്യുന്ന ടൈപ്പ് ആയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ആ ഒരു നേച്ചറായിരുന്നു. ഒരു ധൈര്യമില്ല, അഭിനയിച്ചാൽ ശരിയാവോ, അതല്ലെങ്കിൽ അല്ല എനിക്ക് പാടിയാൽ മതി എന്ന് ഞാൻ സാറിനോട് തന്നെ ഡിസൈഡ് ചെയ്തു. പക്ഷെ പിന്നീട് ജയരാജ് സാർ തന്നെ ഇപ്പോൾ ഈ അടുത്ത് 2 വർഷം മുമ്പാണ് എനിക്ക് പറ്റുന്ന ഒരു ക്യാരക്ടർ ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു. മെഹഫിൽ എന്നാണ് സിനിമയുടെ പേര്. അതിലൊരു ചെറിയൊരു റോള് മനോജ് കെ ജയൻ, മനോജ് ചേട്ടൻ്റെ വൈഫായിട്ടാണ് അഭിനയിച്ചത്. ഷൂട്ട് 4-5 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. വളരെ ചെറിയൊരു ക്യാരക്ടറായിരുന്നു. സിനിമ റിലീസായിട്ടില്ല കേട്ടോ. ഇപ്പം
ഇപ്പം മനസ്സിലായല്ലോ ഇതെന്താണ് സിനിമ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ക്യാമറയ്ക്ക് മുമ്പിൽ എന്താണ് എങ്ങനെയാണെന്നൊക്കെ ഒരു ധാരണയുണ്ട് ഇപ്പോൾ. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല, എൻജോയ് ചെയ്തു. റിലീസ് ആവാൻ പോകുന്ന മൂവിയാണോ? റിലീസ് ആയിട്ടില്ല ഇപ്പോഴും, കുറച്ചായി ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട്. ഓക്കെ ഓക്കെ. അപ്പം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കുറച്ച് മോഡലിങ്ങും ഫോട്ടോഷൂട്ടും ഇപ്പം പാടിയ പാട്ടുകൾ തന്നെ അഭിനയിക്കുന്നുണ്ട്. കോൺഫിഡൻസ് നമുക്ക് ശരിക്കും കോൺഫിഡൻസ് കൂട്ടി ഈ ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ. നമ്മളെ നല്ലൊരു ഫോട്ടോ നമ്മൾ ഇൻസ്റ്റയിൽ ഇടുമ്പോൾ കിട്ടും നമുക്കൊരു സന്തോഷമുണ്ട്. സന്തോഷമാണ്, ഒരു കോൺഫിഡൻസ് കോൺഫിഡൻസ് ലെവൽ കൂട്ടും. നമുക്ക് തന്നെ തോന്നുന്നു നമുക്ക് ഇപ്പോഴും ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, നമുക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളൊരു ഫീൽ വരുന്നുണ്ടല്ലോ. പിന്നെ അത് മാത്രമല്ല, പാടിയ പാട്ടുകളാണെങ്കിലും നമ്മൾ തന്നെ പാടി അഭിനയിക്കുകയാണ് ഞാൻ കൂടുതലും ചെയ്യാറ്. കവേഴ്സ് അല്ലാതെയും പുതിയ പാട്ടുകൾ വരുമ്പോൾ ഞാൻ തന്നെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത് കൂടുതലും. അപ്പം അങ്ങനെ വരുമ്പോൾ അതൊക്കെ ഒരു എക്സ്പീരിയൻസ് തന്നെയല്ലേ. അപ്പം അതുകൊണ്ട് കുറച്ച് ഇതൊക്കെ എൻജോയ് ചെയ്യാന്നുള്ളത്. ഷൂട്ട്സും ആഡ്സും അതൊക്കെ ഇതിൻ്റെ ഒരു പാർട്ടായിട്ടും കാണുക. അന്ന് ഒരു 19 ഇപ്പോൾ 20 വർഷം ആകുമ്പോൾ 20 വർഷം മുമ്പ് ജയരാജ് സാറ് ചോദിച്ച ചോദ്യം ഇപ്പോഴായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അന്നൊന്നും അങ്ങനെ നമുക്ക് അത്രയും എക്സ്പോഷർ ഒന്നും കിട്ടിയിട്ടില്ല, എക്സ്പീരിയൻസ് ഇല്ല, അധികം വലിയൊരു ക്രൗഡിനെ ഫേസ് ചെയ്തിട്ടില്ല, അങ്ങനെയൊക്കെയുള്ള കുറവുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ നോർമലാണ് അതൊക്കെ. ഇപ്പോഴത്തെ കുട്ടികൾക്കും അതെ, അതവരൊരു കരിയർ ആക്കുന്ന എത്രയോ പേരുണ്ട്. അത് മെയിൻലി പണ്ടെന്ന് പറയുന്നില്ല, മോസ്റ്റ്ലി എല്ലാവർക്കും ആക്ടിങ് ആണ് അവരുടെ ആഗ്രഹം. പക്ഷേ ഇപ്പോൾ എല്ലാവരും പല രീതിയിൽ ചിന്തിക്കുന്നവരുണ്ട്. ടെക്നീഷ്യൻസ് ആവണം, നല്ലൊരു എഡിറ്റർ ആവണം, നല്ലൊരു അസോസിയേറ്റ്, അങ്ങനെയാണ് എല്ലാ മേഖലയും സിനിമയെ കണക്ട് ചെയ്തിട്ടുള്ള അവർ ചൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ഈ കുട്ടികളുടെ അവർക്കറിയാം, അവരുടെ സ്കില്ല് ഐഡന്റിഫൈ ചെയ്തിട്ട് കുറച്ചുകൂടെ ഓപ്പർച്യൂണിറ്റി ഉണ്ടല്ലോ അവർക്ക്, എക്സ്പോഷർ കിട്ടുന്നുണ്ട് കുറച്ചുകൂടെ. പണ്ടത്തെ കാലം പോലെ അല്ല, പണ്ട് എന്നല്ല ഒരു 10 വർഷം മുമ്പുള്ളത് പോലെ അല്ല ഇപ്പോൾ. വ്യത്യാസങ്ങൾ കുട്ടികളിലും ഉണ്ട്, കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആണ് കുട്ടികൾ. സോ താങ്ക് യു സോ മച്ച് അഖില ആനന്ദ് ഫോർ യുവർ ടൈം. പ്രത്യേകിച്ച് ഒരു ദിവസം നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റി, സംഗീതത്തിനെ കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റി, പാടിയ സോങ്സും കുറച്ച് പാട്ടുകൾ പാടി. സോ ഒത്തിരി നന്ദി. അപ്പോൾ ഇനിയും ഒരുപാട് നല്ല 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 വർക്കുകൾ വരട്ടെ എല്ലാ മേഖലയിലും. ഇപ്പം ഹാൻഡിൽ ചെയ്യുന്ന സ്റ്റേജ് പെർഫോമൻസ് ആയാലും ഷൂട്ട്സ് ആയാലും ആഡ്സ് ആയാലും എല്ലാത്തിലും അടുത്തൊരു ഫേസിലോട്ട് വരട്ടെ എന്ന് ഞാൻ സിൻസിയറായിട്ട് ആഗ്രഹിക്കുന്നു. താങ്ക് യു. അതുപോലെ റിയാസിനും പ്ലാറ്റ്ഫോംസ് നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റട്ടെ. താങ്ക് യു സോ മച്ച്. ഇത് മാത്രമല്ല ഒരുപാട് ആഡ്സും കുറേ നമ്മൾ കണക്ട് ചെയ്ത് ഇനി വർക്ക് ചെയ്യും. കാര്യം നമ്മളിത് ഫസ്റ്റ് തുടക്കമാണ് ഈ ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ഒത്തിരി കാര്യം എനിക്ക് ചെയ്യുന്ന ഒത്തിരി പേരെ വെച്ചിട്ട് ഞാൻ പല കാര്യങ്ങൾ പ്രൊമോഷൻ ആഡ്സും ഒക്കെ, അപ്പോൾ ഓൾറെഡി അതിൽ എനിക്ക് ചാർട്ട് ചെയ്യാൻ പറ്റുന്ന കുറേ സംഭവങ്ങളുണ്ട്. ഡെഫിനറ്റ്ലി നമുക്ക് വർക്ക് ചെയ്യും, കണക്ട് ചെയ്ത് വർക്ക് ചെയ്യും. എല്ലാവരും ഗ്രോ ചെയ്യട്ടെ. താങ്ക് യു. കാര്യം ഇതിൽ നിന്ന് കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ, അതാണല്ലോ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. റീവെൻറ്റ് വിത്ത് റിയാസിൻ്റെ ഈ എപ്പിസോഡിൽ അഖില ആനന്ദ് ആയിരുന്നു എൻ്റെ ഗസ്റ്റ്. സോ ഞങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ഷെയർ ചെയ്തു. സോ താങ്ക് യു സോ മച്ച് അഖില ഫോർ യുവർ ടൈം. സോ അപ്പോൾ ഇനിയും ഈ ഒരു സീറ്റിൽ കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം അഖില വരുന്നതായിരിക്കും. അതുപോലെ ഞങ്ങൾ ഒത്തിരി വർക്കുകൾ ഇനിയും ചെയ്യും. സോ താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ.